ഗുരുവായൂരപ്പ, അതെ. ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ ഞാൻ ഇത് പറയുന്നത്. കാരണം നേരത്തെ ഇട്ടപ്പോ തിരുമേനി അത് കണ്ടില്ല, നോക്കിയിട്ടില്ല. അപ്പൊ ഞാനത് മാറ്റിയിട്ട് വേറെ നന്നായിട്ട് ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാ. തിരുമേനി, ഞാൻ 1997 ഞങ്ങളുടെ കല്യാണം. എൻ്റെ പേര് പാർവതി എന്നാണ്, ഭർത്താവിൻ്റെ ഒരു പ്രഹ്ലാദൻ. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ താമസിക്കുന്നത് പച്ചാളം, നോർത്ത്, ഈ എറണാകുളം. അപ്പോൾ അന്ന് നടന്നത് സംഭവമാണ്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 97 കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം ഇതുപോലെ വരണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ പുള്ളിക്കാരന് ഈ കല്യാണത്തിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും ആയിപ്പോയി. പിന്നീട് വരാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ട്. പിന്നെ ആകെ കഷ്ടപ്പാട് കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഗുരുവായൂർ പോവാഞ്ഞിട്ടായിരിക്കും, ഗുരുവായൂരൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ തന്നെ, ഞങ്ങളുടെ അടുത്ത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ തന്നെ, എൻ്റെ അമ്മ തന്നെ പൈസ തന്നിട്ടാണ് ഗുരുവായൂർ ഞങ്ങൾ വന്നതെന്ന്. ഗുരുവായൂർ തൊഴുത് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ലൊരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ കണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ഥലം പോലും. അപ്പം അവിടെ നിന്ന് എനിക്കത് വേണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഇനി വണ്ടിക്കാശ് മാത്രമുള്ളല്ല, ഇനി വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാട്ടാ, ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോരേ ചെയ്തത്. പോന്ന് അന്ന് മോളെ ഗർഭിണിയായിട്ടിരിക്കണായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോന്ന് വീട്ടിലെത്തി. ഞങ്ങളുടെ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു കലണ്ടർ കിടന്ന് നല്ല പറക്കണ് ഇങ്ങനെ. അപ്പം നോക്കുമ്പോൾ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു കലണ്ടറാണത്. അനിയൻ അവിടെ ഒരു നിൽക്കുന്ന കടയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളുടെ റൂമിൽ തന്നെ, അവരുടെ റൂമിലാ അല്ലെങ്കിൽ അവരുടെ ഹോളിലല്ല ഇട്ടത്, ഞങ്ങളുടെ റൂമിൽ തന്നെ കയറുന്നോട് തന്നെ ഇട്ടേക്കണായിരുന്നു. അപ്പം അത് നല്ല ഭംഗിയുള്ളൊരു ഉണ്ണിക്കണ്ണൻ. ഞാൻ അവിടെ കണ്ടതിനേക്കാളും ഭംഗിയുള്ളൊരു ഉണ്ണിക്കണ്ണൻ്റെ കലണ്ടറാണ് അവിടെ കണ്ടത്. അപ്പം അതൊരു അതിശയമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ഞാൻ അവിടെ ആഗ്രഹിച്ചത് എനിക്ക് കണ്ണൻ എൻ്റെ വീട്ടിൽ തന്നെ എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്കത് തോന്നിയത്. അത് ഞാൻ അന്ന് ഇതിപ്പോൾ കഴിഞ്ഞിട്ട് 27 വർഷമായി. അത് കഴിഞ്ഞ് മോളാ ജനിച്ചത്. അപ്പം അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ടും അത്ഭുതമായിട്ടും ഞാൻ കണക്കാക്കണേണ്. അതുകൊണ്ടാണ് എനിക്കത് തിരുമേനിയോടൊന്ന് പറയണം എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്.